വെൽക്കം ടു ബിൽഡ് ഓൺ ഐഡിയാസ് ബെറ്റർ വേസ് ഓഫ് ബിൽഡിംഗ് യുവർ ഡ്രീം ഹോം. ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാർട്ടീഷൻസിനെ കുറിച്ചാണ്. വാൾ പാർട്ടീഷൻസ്. അപ്പോൾ വാൾ പാർട്ടീഷൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് രണ്ട് രീതിയിലുള്ള പാർട്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഹാർഡ് പാർട്ടീഷൻസ്, പിന്നെ ഒന്ന് സോഫ്റ്റ് പാർട്ടീഷൻസ്. അപ്പോൾ ഹാർഡ് പാർട്ടീഷൻസ് പറയുമ്പോൾ നമ്മൾ ഇഷ്ടിയും അതുപോലെ സിമെൻ്റെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള വാളുകൾ, ഹാർഡ് വാൾസ്. അത് ടെമ്പററി അല്ല, പെർമനൻ്റ് ആയിട്ടുള്ള വാൾസ് ആയിരിക്കും ഈ പറയുന്ന ഹാർഡ് പാർട്ടീഷൻസ്. അതുപോലെ തന്നെ മറ്റൊരു കാറ്റഗറിയിൽ വരുന്നതാണ് സോഫ്റ്റ് പാർട്ടീഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ് വാൾ എന്ന് പറയുന്ന ടെമ്പററി പാർട്ടീഷൻസ്. അപ്പോൾ ഈ ടെമ്പററി പാർട്ടീഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് മൂവബിൾ ആയിട്ടുള്ള ടെമ്പററി പാർട്ടീഷൻസും അതുപോലെ തന്നെ മൂവ് ചെയ്യാൻ പറ്റാതെ ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള ടെമ്പററി പാർട്ടീഷൻസും. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതിനായിട്ട് പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വുഡുണ്ട്, അല്ലെങ്കിൽ വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, പ്ലൈവുഡ്, MDF, മൾട്ടിവുഡ് പോലെയുള്ള മെറ്റീരിയൽസ്. ഇതല്ലാതെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഗ്ലാസ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ മെറ്റൽ ഉപയോഗിക്കാറുണ്ട്. മെറ്റൽ എന്ന് പറയുമ്പോൾ സ്ക്വയർ പൈപ്സോ സ്ക്വയർ ട്യൂബ്സോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഗ്ലാസ്സിൽ നമ്മൾ പറയുമ്പോൾ ഗ്ലാസ്സിനകത്ത് നമുക്ക് ക്രിസ്റ്റൽ ഗ്ലാസ് ട്യൂബ്സ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അതിനകത്ത് ലൈറ്റൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഗ്ലാസ് തന്നെ നമുക്ക് പല തട്ടുകളായിട്ടും അതുപോലെ വെർട്ടിക്കൽ കളേർഡ് ഗ്ലാസ് ആയിട്ടും അതുപോലെ എച്ചിങ് ഒക്കെ കൊടുത്ത് നല്ല ഡിസൈൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിൻ്റെ സ്ക്വയർ ട്യൂബ്സ് നല്ല ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ സ്റ്റീൽ ഫിനിഷിൽ തന്നെ നമുക്ക് കൊടുത്തുകൊണ്ട് ഒരു കോമ്പിനേഷനിലൊക്കെ മെറ്റൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വുഡാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പാർട്ടീഷൻസിൽ ഉപയോഗിക്കാറ്, വുഡോ അല്ലെങ്കിൽ വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സോ. അപ്പോൾ വുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സാധനമാണ് വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് കാവിങ്സ് ഒക്കെ കൊടുക്കാനായിട്ടും അതുപോലെ പലതരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ, ഇപ്പോൾ നമ്മളൊരു തെങ്ങിൻ്റെ ഓലയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഓല എങ്ങനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാമെന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പാർട്ടീഷൻസ് എങ്ങനെ കൊടുക്കും, അതിനകത്ത് എങ്ങനെ ഈ ഓല കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് കട്ടിംഗ് ആണ്. അതായത് CNC കട്ടിംഗ്. CNC കട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്നതിന് ശേഷം നമുക്ക് ഈ പാർട്ടീഷൻസിൻ്റെ ഡിസൈൻസ് എല്ലാം കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള കോമ്പിനേഷൻസിൽ നമുക്ക് ഈ ഡിസൈൻസ് എല്ലാം കൊടുക്കാനുള്ള സാധ്യതകൾ കൂടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന CNC കട്ടിങ് ഉപയോഗിച്ചുള്ള ഡിസൈൻസ് ഉപയോഗിക്കും. അപ്പോൾ CNC കട്ടിങ്സ് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്ന് വുഡ് തന്നെയാണ്. അതുകൂടാണ്ട് വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൽ വരുന്ന മൾട്ടിവുഡോ അല്ലെങ്കിൽ PVC ഫോം ബോർഡ് എന്ന് പറയുന്ന മൾട്ടിവുഡോ അല്ലെങ്കിൽ ഈ പറയുന്ന MDFലാണ് കൂടുതൽ പറ്റുക. കാരണം അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് ഈ പറയുന്ന ഡിസൈൻസും കർവിങ്സ് എല്ലാം കൊടുക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ പ്ലൈവുഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ നമുക്ക് പാർട്ടീഷൻസ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ CNC കട്ടിങ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതൊരു ലെയേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അങ്ങനെ ലെയേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആകുമ്പോൾ അതിൻ്റെ കുഴപ്പം അതിൻ്റെ ലെയേഴ്സ് ഇളകി പോരും. CNC കട്ടിങ് നമ്മൾ പ്ലൈവുഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെയേഴ്സ് ഇളകി പോരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെറിയ ഡിസൈൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് MDFോ അല്ലെങ്കിൽ പറയുന്ന PVC ഫോം ബോർഡോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നാച്ചുറൽ വുഡ് ഉപയോഗിക്കുക. ടീക്ക് പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത് വളരെ കാലം ഈട് നിൽക്കുകയും നല്ല ബലമുള്ള സാധനമായിരിക്കും. ഇനി അതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു മെറ്റീരിയലാണ് മെറ്റൽ. അപ്പോൾ CNC കട്ടിങ് നമുക്ക് മെറ്റലിലും ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മെറ്റൽ ഫിനിഷിൽ നമ്മൾ പല ഏരിയാസിലും CNC കട്ടിങ് കൊടുത്തുള്ള ഡിസൈൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് കോമ്പിനേഷൻസ് ചെയ്യാം. അപ്പോൾ വുഡും മെറ്റലും കൂടിയുള്ള കോമ്പിനേഷനൊക്കെ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ഇമേജ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ നമുക്ക് മെറ്റലും വുഡും കോമ്പിനേഷൻസ് കൊടുക്കാം, അതുപോലെ മെറ്റലും ഗ്ലാസ് കോമ്പിനേഷൻസ് കൊടുക്കാം. ഗ്ലാസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് തട്ടുകളായിട്ട് കൊടുക്കാം, അതുപോലെ വെർട്ടിക്കൽ പാർട്ടീഷൻസ് കളേർഡൊക്കെ ആയിട്ടും, അതുപോലെ ലൈറ്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ പാർട്ടീഷൻസ് എല്ലാം ചെയ്യുമ്പോൾ ലൈറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ലൈറ്റിങ്ങിന് വളരെ അധികം ഇമ്പോർട്ടൻസ് വന്നതും അതുപോലെ ഇതിനകത്ത് പാർട്ടീഷൻസിൽ ലൈറ്റിംഗ് ഉപയോഗിക്കുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ പാർട്ടീഷൻസ് കൊടുക്കുന്നത് ഒരു ഉപയോഗം എന്ന് പറയുന്നത് അതൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ടാണ് പലയിടത്തും നമ്മൾ പാർട്ടീഷൻസ് കൊടുക്കാറ്. പണ്ട് കാലത്ത് നമ്മൾ പാർട്ടീഷൻസ് കൊടുക്കുന്നത് സ്ഥലപരിമിതി മൂലമൊക്കെയാണ്. അതായത് ഒരു വലിയ റൂം, ആ വലിയ റൂമിന് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട്, ഇപ്പോൾ ലിവിങ്ങും ഡൈനിങ്ങും രണ്ടാവശ്യം, ഒരു ചെറിയ പ്രൈവസിക്ക് വേണ്ടി നമ്മൾ ഇടയിൽ ഒരു പാർട്ടീഷൻ കൊടുക്കുക. ഇങ്ങനെയൊക്കെയായിരുന്നു പാർട്ടീഷൻസ് ഉപയോഗിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജാലി വോളും അതുപോലെ മടക്കി വെക്കാവുന്നതും ആവശ്യം വന്നാൽ നീക്കി വെക്കാവുന്നതായിട്ടുള്ള പാർട്ടീഷൻസ് ഒരുപാട് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് സ്ഥല സൗകര്യമുള്ള വലിയ വീടുകളിൽ പോലും വളരെയധികം കാശ് ചിലവാക്കി ചെയ്യുന്ന വലിയ സ്ക്വയർ ഫീറ്റ് ഏരിയകളുള്ള വീടുകളിൽ പോലും നമ്മൾ ഈ പാർട്ടീഷൻസിൻ്റെ സാന്നിധ്യം വളരെയധികം കാണാം. അതിന് കാരണം ഈ പാർട്ടീഷൻസ് കൊടുക്കുമ്പോൾ ആ വീടിനകത്ത് ഒരു ലൈവ്ലിനെസ് വരും, അല്ലെങ്കിൽ ഒരു ഡിസൈൻ എലമെൻ്റ് അതിനകത്ത് വരുമ്പോൾ അതിനൊരു ലൈഫ് കൂട്ടും. ഇൻറ്റീരിയറിൽ ലൈഫ് കൂട്ടുന്ന ഒരു എലമെൻറ്റ് നമുക്ക് ഈ പാർട്ടീഷൻസിനെ പറയാനായിട്ട് സാധിക്കും.
ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇൻറ്റീരിയർ പ്ലാൻസിനും വളരെയധികം ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ പാർട്ടീഷൻസിൽ നമ്മൾ ലൈവായിട്ട് ഉള്ള പ്ലാൻസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ പറയുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല തരത്തിലുള്ള ഇൻറ്റീരിയർ പ്ലാൻസിനും നേരിട്ടുള്ള സൺലൈറ്റ് ഇല്ലെങ്കിലും അത് വളരും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിന് വളരെയധികം ഗുണങ്ങളുണ്ട്. കാരണം അത് നമ്മളുടെ വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എയർ പ്യൂരിഫൈ ചെയ്യും, അതുപോലെ നല്ല ഫ്രഷ് എയർ ഉണ്ടാക്കിയെടുക്കാനും അത് സഹായിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ പാർട്ടീഷൻസിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ലൈഫ് ഉണ്ടാക്കാൻ മാത്രമല്ല, അത് എയർ പ്യൂരിഫൈ ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസ് വളരെയധികം ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോമ്പിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മളുടെ വീടിനകത്തുള്ള പാർട്ടീഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ച ഇമേജസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ ഈ പാർട്ടീഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള പാർട്ടീഷൻസ് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഇൻറ്റീരിയർ മൊത്തത്തിൽ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞങ്ങൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സാണ്, അതുപോലെ നല്ല രീതിയിൽ 3D ഡിസൈൻസ് ചെയ്തു തരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുക. അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ചാനൽ വരുന്ന പുതിയ വീഡിയോസ് കാണാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ മെയിലിൽ വരികയും നിങ്ങൾക്കത് കാണാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ബെല്ലൈക്കോണും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഹാപ്പി ലിവിങ്.